ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതൊരു പഴയ ഡീസൽ വണ്ടി നമുക്ക് പുതിയ വണ്ടി പോലെ ആക്കാൻ പറ്റും. അത്രയും പെർഫോമൻസിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ മൈലേജിൽ അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ട്. ഇതാണ് എൻ്റെ കാറ്, ഫോർഡ് ഫിയസ്റ്റ 2010 മോഡലാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ മെയിൻ പ്രശ്നമാണ് ഇഞ്ചക്ടർ പണി തരുന്നത്. എൻജിനൊക്കെ അത്യാവശ്യം നല്ല ലൈഫ് കിട്ടും. ഇപ്പോൾ ഈ വണ്ടി 2,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് എൻജിൻ പണിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി വാങ്ങിയിട്ട് ഏകദേശം 7 വർഷമായി. അതിൻ്റെ ഇടയിൽ ഇഞ്ചക്ടർ ഒരു തവണ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചക്ടറിന് പണി കിട്ടാതിരിക്കാൻ, ഫോർഡിൻ്റെ വണ്ടികൾക്ക് കാര്യമായിട്ട് കിട്ടുന്നൊരു പണിയാണ് ഇഞ്ചക്ടർ. ആ പണി കിട്ടാതിരിക്കാൻ ഉള്ളൊരു പ്രൊഡക്റ്റാണ് ഞാനിന്നിവിടെ പരിചയപ്പെടുന്നത്. എൻ്റെ കാറ് ഫോർഡ് ഫിയസ്റ്റ. ഈ ഫോർഡ് ഫിയസ്റ്റ എന്ന വണ്ടിക്ക് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആവുന്നത്. അപ്പോൾ ഇഞ്ചക്ടർ എപ്പോഴും ബ്ലോക്ക് ആയിരിക്കും. ആ ഫോർഡിൻ്റെ ഈ ഫിയസ്റ്റക്കും ഉണ്ട്, ഫിഗോ തുടങ്ങി 2014 മുമ്പ് ഇറങ്ങിയ എല്ലാ വണ്ടികൾക്കും ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷന് ഞാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണിത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങുന്ന പ്രൊഡക്റ്റാണ്, ഇൻജക്ടർ ക്ലീനർ. അപ്പോൾ ഇത് ഞാനിത് കുറേ തവണ ഉപയോഗിച്ചിട്ടുണ്ട്, നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. അപ്പോൾ ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേര് ABRO Diesel Injector Cleaner എന്നാണ്. ABRO എന്ന കമ്പനി നെയിമാണ്. ഇതൊരു അമേരിക്കൻ പ്രൊഡക്റ്റാണ്. ഇവിടെ നമുക്ക് അമേരിക്കയുടെ ലോഗോ കാണാൻ പറ്റും. മെയ്ഡ് ഇൻ അമേരിക്കയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ലിക്വി മോളിയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ, ഇൻജക്ടർ ക്ലീനർ 253 ml ആണ് ഇതിൻ്റെ കപ്പാസിറ്റി. 354 ml ആണ്. ഇത് 80 ലിറ്ററിലേക്ക് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫുൾ ബോട്ടിൽ. അല്ലെങ്കിൽ ഇത് ഫുൾ ടാങ്ക് എണ്ണ 45 ലിറ്ററാണ് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ ടാങ്ക്. അതിലേക്ക് നമുക്കിത് ഫുൾ ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിത് ഫുൾ ടാങ്ക് ആക്കാത്തതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ചാണ് വയ്ക്കാറുള്ളത്. അതിലെത്ര ഫ്യൂലുണ്ടോ അതിനനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ ഹാഫ് ടാങ്ക് ഏകദേശം 20 ലിറ്റർ എണ്ണ പെട്രോൾ ഉണ്ടെങ്കിൽ, ഡീസൽ ഉണ്ടെങ്കിൽ ഇത് ഏകദേശം ഇതിൻ്റെ ഹാഫ് അതിലേക്ക് ഫില്ല് ചെയ്യും. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. പിന്നെ ഇവിടെ സീലിംഗൊക്കെ ആയിട്ടാണ് വരുന്നത്. പാക്കേജൊക്കെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെ തിരിച്ചിട്ട് വേണം തുറക്കാൻ. അതുപോലെ ഇതിൻ്റെ ക്യാപ്പ് നമ്മളിങ്ങനെ തിരിച്ചാലും ഒരിക്കലും ഓപ്പൺ ആവില്ല. അപ്പോൾ ഇതിൻ്റെ ബോട്ടിൽ കുട്ടികൾ എടുക്കുന്ന പേടിയില്ല. കാരണം ഇതിങ്ങനെ തിരിച്ചാലും ഓപ്പൺ ആവില്ല. ഇങ്ങനെ തിരിച്ചാൽ നേരം വെളുക്കോളും തിരിച്ചാലും ഇതൊരിക്കലും ഓപ്പൺ ആവില്ല. നമുക്ക് പ്രസ് ആൻഡ് റൊട്ടേഷൻ ഇങ്ങനെ ഞെക്കിയിട്ട് തിരിച്ചാൽ മാത്രമേ തുറക്കുള്ളൂ. ഇതിലുള്ള ലിക്വിഡ് നമ്മൾ ഫ്യൂൽ ടാങ്കിലേക്ക്, ഇത് ഡീസലാണ്. അപ്പോൾ ഡീസൽ ടാങ്കിലേക്ക് നമുക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട്. ഞാനത് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. 2017 ഈ വണ്ടി എടുത്തിട്ട് ഒരു 2 മാസം കഴിഞ്ഞോടുകൂടി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച ശേഷമുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഫ്യൂൽ എക്കണോമി കൂടും, അതായത് മൈലേജ് കൂടുന്നുണ്ട്. അതുപോലെ പുക, ബ്ലാക്ക് സ്മോക്ക് നല്ലതുകൊണ്ടായിരുന്നു, അതെല്ലാം കുറഞ്ഞു, നല്ല കുറവ്. അതുപോലെ വണ്ടിയുടെ പുള്ളിങ് ആകെ മാറി, ഹോഴ്സ് പവറൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കയറ്റം കയറാനൊക്കെ ഒരു പണിയില്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇതിൻ്റെ MRP കൊടുത്തത് 360 രൂപയായിട്ടാണ്. പക്ഷേ 270 രൂപക്കാണ് ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങുന്നത്. 270 രൂപ ഉള്ളൂ. വെരി ഗുഡ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇഞ്ചക്ടറിന് പണി കിട്ടിയവർക്ക്, അല്ലെങ്കിൽ പണി കിട്ടും എന്ന് പേടിയുള്ളവർക്ക് ഈ സാധനം ഉപയോഗിക്കുക. ഇതെല്ലാ ഡീസൽ വണ്ടികളും സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് ഫോർഡ് പോലുള്ള വണ്ടികൾക്ക് ഇത് വെരി യൂസ്ഫുള്ളാണ്. കാരണം ഫോർഡിന് ആകെ വരുന്ന മെയിൻ കംപ്ലയിൻ്റാണ് ഇഞ്ചക്ടറിന് പണി വരുന്നത്. ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാൻ ഏകദേശം 15,000 രൂപയുടെ അടുത്ത് വില വരുന്നുണ്ട്, 4 ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യാൻ തന്നെ. അപ്പോൾ ആ പ്രൈസ് നമുക്ക് ലാഭിക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചാൽ. അതുപോലെ ഫ്യൂൽ എക്കണോമി ഉണ്ട്, അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതിൻ്റെ ടാപ്പ് നമ്മൾ എടുത്തു. ഞാൻ പറഞ്ഞു ഞെക്കിയിട്ട് വേണം തിരിക്കാൻ. അങ്ങനെ ഞെക്കിയിട്ട് തിരിക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആവും. എന്നിട്ട് ഇതിലിപ്പോൾ ഹാഫ് ടാങ്ക് എണ്ണയാണുള്ളത്. അപ്പോൾ ഞാൻ ഏകദേശം ഹാഫാണ് ഇതിൻ്റെ ഒഴിച്ചത്. ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ നിറച്ചിട്ട് ഈ ബോട്ടിൽ ഫുള്ള് ഒഴിക്കുക എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് ആക്കാനുള്ള ക്യാഷിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അതിലിപ്പോൾ ഹാഫ് ടാങ്ക് ഡീസലുണ്ട്. അപ്പോൾ ഈ ബോട്ടിലെ ഹാഫ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഏതൊരു പഴയ ഡീസൽ വണ്ടി നമുക്ക് പുതിയ വണ്ടി പോലെ ആക്കാൻ പറ്റും. അത്രയും പെർഫോമൻസിൽ മാറ്റം ഉണ്ടാകും. അതുപോലെ മൈലേജിൽ അത്യാവശ്യം നല്ല മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ABRO Diesel Injector Cleaner. ഇത് മെയ്ഡ് ഇൻ USA ആണ്, അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്. ഇതിനൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് പിന്നെ ഉള്ളത് ലിക്വി മോളി ആണ്, ഇൻ ജർമ്മനി. പക്ഷേ അതിൻ്റെ വില കൂടുതലാണ്, അതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അപ്പോൾ അതേ റിസൾട്ട് ഇതിനും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കസ്റ്റമർ റിവ്യൂ എല്ലാം വായിച്ചിട്ട് പോസിറ്റീവ് റിവ്യൂ ഇഷ്ടംപോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. ഞാൻ വാങ്ങാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷമായിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വെരി യൂസ്ഫുള്ളാണ്. 279 രൂപക്കാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്.
അപ്പോൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റിന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പുള്ളിങ്ങിന് അല്ലെങ്കിൽ എൻജിൻ്റെ പവറിന് കുറവുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് കൂടുതലുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത സ്ഥിതിയിൽ വണ്ടിക്ക് ഒരു പ്രശ്നമില്ലല്ലോ, അപ്പോൾ പിന്നെ വെറുതെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ വണ്ടിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം നല്ല സ്മോക്ക് ഉണ്ടായിരുന്നു, അതുപോലെ പുള്ളിങ് അത്യാവശ്യം നല്ല കുറവുണ്ടായിരുന്നു. എ സിയിലൊക്കെ കയറ്റം വലിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് പരീക്ഷണം നടത്തി നോക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്.